Hi guys, this is your cinematic Mallu. So, ഗരുഡൻ കണ്ടിരിക്കുകയാണ് 2024. റിട്ടൺ ബൈ വെട്രിമാരൻ, ഡയറക്റ്റഡ് ബൈ ദുരൈ സെന്തിൽ കുമാർ. അതായത് ധനുഷിൻ്റെ പട്ടാസ്, കൊടി മൂവീസിൻ്റെ ഒക്കെ ഡയറക്ടർ. ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, സ്റ്റാർട്ടഡ് ഔട്ട് ആസ് എ ടിപ്പിക്കൽ തമിഴ് സിനിമ. ഇൻ്റർവെല്ലിന് മുമ്പുള്ളൊരു സീൻ വരെ ഒരു ടിപ്പിക്കൽ തമിഴ് സിനിമയുടെ ഫോർമാറ്റിൽ ഇങ്ങനെ പോയി. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വിട്രിമാരൻ്റെ സ്ക്രിപ്റ്റ്, യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്, സൂരി എന്ന ആക്ടറിനെ ഇതിൽ ഉപയോഗിച്ചേക്കണേ. ട്രെയിലറിലൊക്കെ കണ്ടപ്പം, കാരണം വിടുതലയിൽ ആ ആക്ടറിനെ വിട്രിമാരന് ഉപയോഗിച്ചൊരു രീതി ആൻഡ് ഇതിൽ ട്രെയിലറിൽ നമ്മൾ കണ്ടത് ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ നൽകിയൊരു കാര്യമാണ്. ബട്ട് ഇതിൽ വിട്രിമാരൻ്റെ സ്ക്രിപ്റ്റിംഗ് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഇൻ്റർവെല്ലിന് മുമ്പുള്ള സീൻ വരെ ലാക്കിങ് ആയിരുന്നു. എവിടെയും ഫസ്റ്റ് ഹാഫിൽ ഫീൽ ചെയ്യണില്ല എനിക്ക് വിട്രിമാരൻ്റെ പടമാണ് ഇതെന്നുള്ള. ആ വിട്രിമാരൻ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിങ്ങനെ ചോദിക്കുമായിരുന്നു, എങ്ക വെട്രിമാരൻ സർ ഉങ്ക സ്ക്രിപ്റ്റിംഗ് പാക്കവേ മുടിയല്ലേ, കാണാനില്ല. അതുകൊണ്ട് യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് ആയാലും ഫസ്റ്റ് ഹാഫിൽ ലൈക്ക് ഒരു രീതിയിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കണില്ല. അതങ്ങനെ അങ്ങ് പോയി. ഇത് ശശികുമാർ, സൂരി, അതുകൊണ്ട് തന്നെ സമുദ്രകനി, ഉണ്ണി മുകുന്ദൻ, ശിവദ ഒക്കെയാണ് ലൈക്ക് ലീഡ് റോൾസ് പ്ലേ ചെയ്തേക്കണേ. ആൻഡ് ഇതിൽ ഈ ഉണ്ണി മുകുന്ദൻ, ശശികുമാർ, സൂരി, ഈ ഒരു ട്രിയോൻ്റെ ഒരു റിലേഷൻഷിപ്പിനെ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ ലൈക്ക് ഫ്രിക്ഷൻ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അത് ഭയങ്കര രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ പോലും ടിപ്പിക്കൽ തമിഴ് സിനിമയുടെ ഫോർമാറ്റിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ പോലും പെർഫോമൻസുകളിൽ ലൈക്ക് ഒരു മോശം എന്ന് പറയാനില്ല. ആ ഒരു ഭാഗങ്ങളിൽ പോലും പെർഫോമൻസുകൾ നന്നായിട്ടുണ്ട് എല്ലാവരുടെയും. അങ്ങനെ ആ ഒരു സീൻ എത്തി. പിന്നെ അങ്ങോട്ട് പടം എന്താ പറയുക, കത്തിക്കേറി. പിന്നെ അങ്ങോട്ട് വെട്രിമാരൻ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ക്വാളിറ്റി കത്തിക്കേറിയത് ആ സീൻ മുതലാണ്. സൂര്യയുടെ ആ ഒരു സീൻ മക്കളെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഐറ്റാണിത്. പിന്നെ അങ്ങോട്ട് അന്ത ലെവൽ വെട്രിമാരൻ സാധനം. അങ്ങനെ ഒരു പോയിന്റിൽ പോലും താഴെ പോയില്ല. ക്ലൈമാക്സ് വരെ പിന്നെ അങ്ങോട്ട് ആ ലെവൽ അന്ത വെട്രിമാരൻ ലെവൽ. അങ്ങനെ പിന്നെ സിനിമാറ്റോഗ്രാഫി ആയാലും പൊളിച്ചിട്ടുണ്ട്. ആർത്തൂർ വിൽസൻ്റെ സിനിമാറ്റോഗ്രാഫി അണ്ണാ നീങ്ക പണി വെച്ചിറുക്ക്. ഈ ഒരു പടത്തിൽ നമ്മൾ ആക്ഷൻ കൊറിയോഗ്രാഫി കണ്ടിട്ട് ഇതാണ് ആക്ഷൻ കൊറിയോഗ്രാഫി എന്ന് പറയില്ലേ, ആ ഫീലിംഗ് ആണ് ഇതിൽ ആക്ഷൻ കൊറിയോഗ്രാഫി. പുള്ളി എന്ന് പറഞ്ഞാൽ പുളി. അതിൽ ഇപ്പോൾ ഉണ്ണിമൂന്തൻ്റെയും സൂര്യയുടെയും പെർഫോമൻസുകളായാലും ആക്ഷൻ കൊറിയോഗ്രഫി അതിൻ്റെ ഒപ്പം ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും കൂടിയാണ് ആക്ഷൻ കൊറിയോഗ്രഫീനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. അമ്മാതിരി അഡ്രിനാലിൻ റഷാണ് ഇതിൽ ആക്ഷൻ കൊറിയോഗ്രഫി എന്താ പറയുക നമുക്ക് നൽകണത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ലോങ് ആക്ഷൻ കൊറിയോഗ്രഫി, മറ്റു സീന് ലൈക്ക് ഷൂട്ട് എന്താ പറയുക ഷോട്ടുകളായാലും ഇതിലൊരു സൂര്യ ഒരു M18 ഓടിക്കുന്ന ഒരു ലോങ് ഷോട്ടൊക്കെ ഉണ്ട്. പൊളിയാണ് അതൊക്കെ. എഡിറ്റിങ് പ്രദീപ് രാഘവാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മ്യൂസിക് എന്ന് പറയുമ്പം നമ്മളല്ലേ ഫസ്റ്റ് ഹാഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാണ്ട് പോയ ആ മ്യൂസിക് എന്താ യുവൻ ശങ്കർ രാജയുടെ ആ മ്യൂസിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ആ ചാർജ് ആ കിക്ക് കിട്ടുന്നത് സെക്കൻഡ് ഹാഫിലാണ്. പൊളിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ ആളുടെ മ്യൂസിക്. ആ ഒരു ലൈക്ക് ആ ഒരു ട്രാക്കിന് പുള്ളിക്കാരന് ഉപയോഗിച്ചേക്കുന്ന രീതിയും എല്ലാം നന്നായിട്ടുണ്ട്. അങ്ങനെ പിന്നെ പെർഫോമൻസുകളായാലും ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണി മുകുന്ദനായാലും ആ ഒരു ക്യാരക്ടറിൽ ഉണ്ടാകുന്ന മാറ്റം, ഈ ട്രയോൻ്റെ ഈ ഉണ്ണിമുകുന്ദൻ, ശശികുമാർ, സൂര്യ ആ ട്രയോൻ്റെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റം, അതിൻ്റെ ഒരു ഇമോഷണൽ സംഭവങ്ങൾ, ആ ഒരു കൺഫ്യൂഷൻ, ആ ഒരു എന്താ പറയുക എല്ലാ ഇമോഷൻസും അടിപൊളിയായിട്ട് ഉണ്ണിമുകുന്ദൻ എന്താ പറയുക ക്യാരി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ശശികുമാർ ആയാലൊക്കെ എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. സൂര്യ പറയാൻ എന്തപ്പം പറയുക പെർഫോമൻസിനെ പറ്റി. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. എന്നെ നടിപ്പ് അണ്ണാ അമ്മാതിരി പൊളി പെർഫോമൻസ്. അതായത് വിടുതലയിൽ നമ്മൾ കണ്ടത് എന്താ, അതിൻ്റെ ഒരു ഇരട്ടി, ഒരു 100 ഇരട്ടി കിക്കുള്ള പെർഫോമൻസ്. അമ്മാതിരി പ്രത്യേകിച്ച് ഫൈറ്റ് സീനുകളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സൂര്യയുടെ ആ ഒരു പുള്ളിക്കാരൻ നമുക്കത് കാണാൻ സാധിക്കും ആളുടെ ആക്ടിങ്ങിൽ. ശരിക്കും ഈ സിനിമേനെ ഞാൻ പറഞ്ഞല്ലോ ഒരു എന്താ വെട്രിമാരൻ ലെവലിലേക്ക് എത്തിക്കുന്നത് തന്നെ സൂര്യയുടെ ഒരു എന്താ പറയുക ഒരു ഒന്നൊന്നര ഐറ്റം വെച്ചിട്ടാണ് അങ്ങ് കയറി പോകുന്നത് തന്നെ പടം. അങ്ങനെ എസ്ഐഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ശിവതയായാലും ഒരു ഇമോഷണൽ സീനൊക്കെ പൊളിച്ചിട്ടുണ്ടാവും. അത് കറക്റ്റ് നമുക്ക് അത് കിട്ടും. നമ്മളെ ഹോണ്ട് ചെയ്യാന്ന് പറയുമല്ലോ, നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് പടം കാണുമ്പം ഒരു ഇമോഷണൽ സീൻ നമ്മളുടെ മനസ്സിനെ വേട്ടയാടുക, പിടിച്ച് കുലുക്കുക എന്ന് പറയുമല്ലോ, അങ്ങനത്തെ ഒരു സീനൊക്കെ നൈസായിട്ട് ശിവത അവർ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാക്കി ഫീമെയിൽ ആക്ട്രസ്സുകളായാലും ഇതിൽ സൂര്യയുടെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആക്ട്രസ് ആയാലും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ക്ലൈമാക്സ് എന്ന് പറയുമ്പം പൊളി, ഒന്നും പറയാനില്ല. അങ്ങനെ
സോ ഓൾ ഇൻ ഓൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയുക, തുടക്കം ഒരു ടിപ്പിക്കൽ തമിഴ് സിനിമയുടെ ട്രാക്കിൽ തുടങ്ങി സെക്കൻഡ് ഹാഫ് മുതൽ തീ പിടിച്ച് കയറിയ ഒരു വെട്രിമാരൻ സ്ക്രിപ്റ്റിങ് അവസാനം വരെ അതങ്ങനെ ഒരു എന്നിലെ പ്രേക്ഷകനെ പാതി സംതൃപ്തി നൽകിയ ഒരു വെട്രിമാരൻ അനുഭവം. And that's it for Garudan 2024. See you guys in the next video. Till then, this is your Cinematic Mallu signing off.